ഹലോ. അപ്പം നമ്മൾ ഇന്നൊരു ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് പോവാണ്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് നമ്മുടെ ഈ ഔട്ട്ലെറ്റ്സിൻ്റെ അവിടേക്കാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്രാൻഡഡ് കടകൾ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ H&M, നൈക്ക്, അഡിഡാസ്, സർവോസ്കി, ക്രോക്സ്, പിന്നെന്താ സെഫോറ, അങ്ങനെ ഇഷ്ടം പോലെ ബ്രാൻഡഡ് കടകൾ, അങ്ങനെയുള്ളൊരു ഔട്ട്ലെറ്റാണിത്. ദോഷം പറയരുതല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ വേലയ്ക്കും പൂരത്തിനും കാണുന്ന പോലെ തിരക്കായിരുന്നു, എല്ലാവിടെയും ക്യൂവും. അപ്പോൾ നമ്മളിതാ ക്രോക്സിൻ്റെ അവിടെയും ക്യൂ നിന്നു. അങ്ങനെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ടയേർഡായി, ഉച്ചയായപ്പോൾ നമുക്ക് നന്നായി അങ്ങോട്ട് വിശന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള കഫേ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളന്ന് കിഴിപ്പൊറോട്ട വാങ്ങിച്ച അവിടെ നിന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ നമ്മുടെ ബൊഫെ, നല്ല അടിപൊളി ഡെസേർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സൂചി പുഡിംഗ് ആയിരുന്നു കേട്ടോ, റവ കൊണ്ട്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സ്വത്തുക്കുട്ടി ആസ് യൂഷ്വൽ കേക്കും ഇതൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ട്രൈ ഔട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. പിന്നെ നല്ല ക്രിസ്പി ദോശകളും അങ്ങോട്ട് വാങ്ങിച്ചു, നല്ല അടിപൊളി സാമ്പാറും, അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പിന്നെ നമ്മൾ നേരെ കോസ്കോയ്ക്ക് വിട്ടു. അവിടെ കണ്ടതാണ് കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാറ്റർ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാധനം. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ കോസ്കോയിൽ നമുക്ക് എപ്പോഴും ഹോൾസെയിലായിട്ട് നിറയെ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടയും പാലും അത്യാവശ്യത്തിന് എല്ലാം എന്താ വെള്ളമൊക്കെ മേടിച്ച് നമ്മളങ്ങനെ രണ്ടാളെയും കാട്ടിലിരുത്തി പോയി. അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു മുത്തശ്ശൻ രണ്ടാൾക്കും സ്റ്റിക്കർ കൊടുത്തുട്ടാ. അപ്പോൾ അവളുടെ സ്റ്റിക്കറും കൂടെ സ്വത്തുക്കുട്ടി അടിച്ചു മാറ്റി. എന്നിട്ട് പാവം ചെറുതിനുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് അതൊന്നും കുഴപ്പമില്ല, അവളെങ്ങനെയാണ് നല്ല കൂളാണ്. പിന്നെ നമ്മൾ അടുത്തത് പോയത് നേരെ നമ്മുടെ വാൾമാർട്ടിക്കാണ്. നമ്മുടെ വാൾമാർട്ടിക്ക് പോയിട്ട് ഞാൻ മെയിനായിട്ട് മാക്രോൺസ് തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്പിൽ സാധനം അടിച്ചു കൊടുത്താൽ ഏത് റാക്കിലാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി മാക്രോണും ഞാൻ വാങ്ങിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് സ്വത്തുക്കുട്ടിക്ക് ക്രിസ്മസ് ട്രീ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാൾമാർട്ടിൽ വലിയൊരു സെക്ഷൻ തന്നെ ക്രിസ്മസിന് ഐറ്റംസിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എന്തൊക്കെ അടിപൊളി സാധനങ്ങളെന്നറിയോ, നമുക്ക് ഏതെടുക്കണം എന്നറിയില്ല, അത്രയും സാധനങ്ങൾ. ഒരു വലിയൊരു ഹാള്, എന്താ പറയുക, വലിയൊരു ഹാൾ, അത് നിറച്ചും ഈ ക്രിസ്മസ് ഐറ്റംസ് ആയിരുന്നു. പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അറിയില്ല, അത്രയും വെറൈറ്റി ഐറ്റംസ് ഇതാ. ഇതൊക്കെ നമ്മൾ ഈ വീടിൻ്റെ വെളിയിൽ വെക്കണം, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ക്രിസ്മസിൻ്റെ. പിന്നെ നല്ല ചന്തമുള്ള ക്രിസ്മസ് തൊപ്പികൾ, പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ക്രിസ്മസിൻ്റെ ഹെയർ ബാൻഡ്സ്. ഇത് കണ്ടപ്പോൾ സ്വത്തുക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. പക്ഷെ നമ്മൾ ഇപ്പം വാങ്ങിച്ചു കൊടുത്താൽ അവളത് കേടുവരുത്തും. അതുകൊണ്ട് നമ്മൾ പിന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ക്യാൻഡി സ്റ്റിക്സ് പോലത്തെ അങ്ങനത്തെ സ്റ്റിക്സ്, വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. ഇതങ്ങനെ ലൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഉമ്മറത്ത് വെക്കുന്ന സാധനങ്ങൾ. ഇതാ കിറ്റി, പിന്നെ ഇതാ ക്രിസ്മസ് പപ്പ, പിന്നെ സ്പൈറലായിട്ടുള്ള അങ്ങനത്തെ ലൈറ്റുള്ളത്. പിന്നെ നമ്മൾ അന്ന് കോസ്കോയിൽ കണ്ട പോലത്തെ ഇതാ ഗോൾഡൻ ഡീറ്, അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങൾ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളിതൊന്നും എടുത്തില്ല, നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോയത്. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ ക്രിസ്മസ് ട്രീകൾ, പലതരം വെറൈറ്റി ക്രിസ്മസ് ട്രീകളായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേക്ക് വെക്കും. അപ്പോൾ അതിലെല്ലാം ആ ടാഗിലെല്ലാം അതിൻ്റെ നമ്പർ ഉണ്ടാവും, അതിൻ്റെ സൈസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഷെൽഫിൽ നോക്കിയിട്ട് എടുക്കാം, ഏതാ ക്രിസ്മസ് ട്രീ വേണ്ടതെന്ന് പറഞ്ഞാൽ. ചെറുതുണ്ട്, വൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉള്ളതുണ്ട്, ഫുൾ ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, കണ്ടില്ല, ലൈറ്റ് ഉള്ളതുണ്ട്, വെറും പ്ലെയിൻ ആയിട്ടുള്ള ട്രീ ഉണ്ട്, പലതരം ഉണ്ട് കേട്ടോ വെറൈറ്റി. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ആ ഷെൽഫിൽ അതെല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതാണെന്ന് ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയപ്പോൾ എല്ലാം ഇഷ്ടമായിട്ടാണ്. പിന്നെ നമ്മളൊരു മീഡിയം സൈസിലുള്ള ട്രീ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നല്ല അടിപൊളി വീട്ടിൻ്റെ വെളിയിൽ വെക്കുന്ന ഐറ്റംസ്. അപ്പം നമുക്കിതൊക്കെ എത്ര കണ്ടാലും മധ്യയിൽ അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേഷൻ വെക്കണ കുറേ ഐറ്റംസിൻ്റെ അടുത്ത് പോയി. അതും ഒരു രക്ഷയില്ല. പലതരം ബോൾസ്, പലതരം കളറിലുള്ളത്, വെറൈറ്റി ഡിസൈനിലുള്ളത്, എന്താ പറയുക, നമുക്കതിനെ കണ്ണെടുക്കാൻ തോന്നില്ല. അപ്പം നമ്മളൊരു സെറ്റ് ബോളും പിന്നെ അത്യാവശ്യം ടോപ്പിൽ വെക്കുന്ന ചെറീസും അങ്ങനത്തെ കുറച്ചൊക്കെ എടുത്ത് ആസ് യൂഷ്വൽ രണ്ടെണ്ണിയെ കാർട്ടിലിരുത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സ്വത്തുക്കുട്ടി നല്ല ഹാപ്പി കേട്ടോ, ആൾക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ കിട്ടിയല്ലോ. വീടെത്തുമ്പോഴേക്കും വൈകുന്നേരമായി, നല്ല ടയേർഡായി. നല്ല സ്വത്തുക്കുട്ടിക്ക് ഒരേ നിർബന്ധം, ആൾക്ക് ക്രിസ്മസ് ട്രീ വേഗം അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ആ ഹാങ്ങിങ് ഒക്കെ തൂക്കി ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഈ ഇത്രയും ഇങ്ങനെ ഹാങ്ങിങ് ഉള്ള ബോൾസ് ആട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഒരു പെട്ടിയിൽ 24 ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തൂക്കി. ഈ ലൈറ്റൊക്കെ ആ ക്രിസ്മസ് ട്രീയിൽ തന്നെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ സ്വത്തുക്കുട്ടി ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. നല്ല